എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ചുരിദാർ ഇട്ട് നോക്കിയൊരു സൂഫി ഡാൻസ് കളിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് പിന്നെ എന്ത് ടൈപ്പ് ഔട്ട്ഫിറ്റ് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ സൈസ് എല്ലാം കൂടി അമ്മ തയ്യക്കാരി ആയതുകൊണ്ടിട്ട് നമ്മുടെ ഷേപ്പിലേക്ക് ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അമ്മ എനിക്കതൊക്കെ റെഡിയാക്കി തന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ വിരുന്നിനായിട്ട് ഇറങ്ങി. ഇന്നത്തെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചാച്ചൻ്റെ വീടാണ്. സോ അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചൻ്റെ വീട്ടിലെത്തി നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അവിടെ ഒരു കുഞ്ഞു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വാവക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാവക്ക് അപ്പോൾ 20 ദിവസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ചേച്ചിക്കൊന്നും കല്യാണത്തിനൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ നെയ്ബേഴ്സിൻ്റെ വീട്ടിൽ, സബിതാൻ്റെയൊക്കെ വീട്ടിൽ നമുക്ക് വരുന്നതിന് പോകണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഹോൾ ഫാമിലി ആയിട്ടായിരുന്നു ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സബിതാൻ്റെ ഒരു ബിഗ് ഹോസ്റ്റിംഗ് ക്വീനാണ്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് വേണ്ടി കുറേ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു. അതെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് പോരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുറച്ച് ദിവസമായിട്ട് അൽക്കുട്ടി പറയുന്നുണ്ട് നമ്മളെവിടെയും പുറത്ത് പോകുന്നില്ല എന്നൊക്കെ. അപ്പം നമ്മളൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നരിവേട്ട. അപ്പം അതിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും നമ്മളിതാ ഇറങ്ങി. ഞാനൊരു ബിഗ് മൂവി ലവറാണ്, പ്രത്യേകിച്ച് തിയേറ്റർ വാച്ച്. ഞാനിതുവരെ പോയിട്ടുള്ള എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് തിയേറ്ററാണ് ഫോറം മാളിലെ നമ്മുടെ PVR. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആംബിയൻസ്, സീറ്റിംഗ് ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെന്നാണെങ്കിലും സ്ക്രീനിങ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. നമ്മൾ സെക്കൻഡ് ഷോയ്ക്ക് പോയത് കൊണ്ടിട്ട് തന്നെ 2 പേരും ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പേഴ്സണലി സിനിമ കാണുമ്പോൾ അങ്ങനെ ഉറങ്ങുന്ന ടൈപ്പല്ല. അങ്ങനെ നമ്മൾ ഓടിച്ചാടി വണ്ടി കയറി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അതോടെ മൂവി വാസ് ഗുഡ്. ഒരു ഇമോഷണൽ മൂവി ആയിരുന്നു. ഞങ്ങളൊരു ത്രില്ലറൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് പോയതാണ്. അതുകൊണ്ടിട്ട് അലുക്കുട്ടിയൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആയി. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫോറത്തിൽ നിന്ന് ഇറങ്ങി. പെരുമഴയാണല്ലോ കുറേ ദിവസമായിട്ട്. അപ്പോൾ ആ മഴയത്ത് കാറിൽ നല്ല പാട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ പാടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഹാഡ് എ ഗുഡ് ടൈം വിത്ത് മൈ ഫേവറേറ്റ് പീപ്പിൾ.